ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉപകാരപ്രദമായ കൊച്ചു കൊച്ചു ടിപ്സുകൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതേപോലെ മാവ്, അതേപോലെ തന്നെ എന്ത് സാധനം മേടിച്ച് നമ്മളിതേപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി ഇതേപോലെ വെക്കുമ്പോഴത്തേനും നമുക്ക് റബ്ബർ ബാൻഡ് പോലും ഇടാക്കാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിതേപോലെ ഒന്ന് കമ്പി ചൂടാക്കിയെടുക്കുക. പപ്പടക്കമ്പി ചൂടാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ മേൽഭാഗം ഒന്ന് സ്വല്പം മടക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഈ കമ്പി ഒന്ന് കാണിച്ചിട്ട് ഒന്ന് തേച്ച് വിടുക. കയ്യിൽ ഉരുകി പിടിക്കരുത്, ഒരുപാട് ചൂടാക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ നാക്കി വിട്ടാൽ മതി. നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ഉറുമ്പ് പോലും കയറില്ല. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഇതേപോലെ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം. ഉണ്ടോ, നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് പാക്കറ്റ് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഉരുകി തീരുമല്ലേ. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് നനച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അധികം നമുക്ക് കത്തി നിൽക്കും, പെട്ടെന്ന് കത്തി തീരില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കത്തിച്ചാലും നമുക്ക് മെഴുകുതിരി കുറേ നേരം കത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഒരു 2-3 മണിക്കൂർ ഇട്ടതിന് ശേഷം കത്തിച്ചാൽ മതി. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നേരം കത്തി നിൽക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ചൂലുകൊണ്ട് എങ്ങനെ എത്ര ചൂലുണ്ടെങ്കിലും നമുക്ക് ഈർക്കിലി എല്ലാം എങ്ങനെ കെട്ടാം. കയറ് വെച്ചൊക്കെ കെട്ടുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതേപോലെ അഴിഞ്ഞു പോവും, ഈർക്കിലിയൊക്കെ ഊരിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ എത്രമാത്രം ഈർക്കിലി ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കുപ്പി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള കുപ്പിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ 2 ഭാഗവും മുറിച്ച് കളയുകയാണ്. അപ്പോൾ ഞാനിതുപോലെ കത്രിക വെച്ച് തന്നെ അങ്ങ് മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ആ മേൽഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ ചെവിട് ഭാഗവും ഇതേപോലെ മുറിച്ച് മാറ്റാം. ഇതിപ്പോൾ 2 ചെറിയ ചൂല് ഞാൻ ഒന്നിച്ചാക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ വലുപ്പം കാണും. അപ്പോൾ അതിനനുസരിച്ചുള്ള കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നമുക്ക് ഈർക്കിലി ഇല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ വണ്ണം കുറഞ്ഞ കുപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം എന്താ ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെവിട് ഭാഗം മുറിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിനകത്തോട്ട് ഈർക്കിലി ഇറക്കി കൊടുക്കുക. എല്ലാം ഈർക്കിലി ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 ഭാഗവും മുറിച്ച് കളയുകയാണ്. അപ്പോൾ അവിടെയും ഞാൻ കത്രിക വെച്ച് ഇതേപോലെ നാക്കിയതിന് ശേഷം മുറിച്ചെടുക്കുക. അപ്പോൾ അതിന് കത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ കത്രിക വെച്ചിട്ട് തന്നെ ഇതേപോലെ നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കുപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഈർക്കിലി ഇതിനകത്ത് കൊള്ളുകയും ചെയ്യും. അപ്പം ഞാൻ ആദ്യത്തെ ചൂടിൻ്റെ ഈർക്കിലി അതിനകത്തോട്ട് കയറ്റുകയാണേ. അപ്പോൾ കെട്ടൊക്കെ നമ്മൾ വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് കെട്ടഴിഞ്ഞ് പോകുമ്പോൾ കുട്ടികൾ തൂത്താൽ പോലും ഈർക്കിലി എല്ലാം ഊരിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ. അതാണ്ട് 2ാമത്തെ ചൂടിൻ്റെ കെട്ടും കൂടെ അഴിച്ചിട്ട് അതിനകത്തോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ചൂട് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈർക്കിലി അതിനകത്തോട്ട് വയ്ക്കാനുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ലെവലാക്കി എടുക്കാം. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേനും കറക്റ്റ് ലെവലിൽ കിട്ടും. ഇനി നമുക്കതിൻ്റെ ആ കുപ്പിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണേ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയെന്നല്ല, നല്ല രീതിയിൽ തിളയ്ക്കുന്ന രീതിയിലാക്കി എടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടി വരത്തുള്ളൂ. എന്നിട്ട് നമുക്കിതേപോലെ ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ കണ്ടോ, അപ്പം അത് നല്ലോണം അതിനകത്ത് പിടിച്ചോളും. ഈർക്കിലിയോട് കൂടി തന്നെ ആ
പ്ലാസ്റ്റിക് നല്ല രീതിയിൽ ആ കുപ്പിയുടെ പ്ലാസ്റ്റിക് അതിനകത്ത് പിടിച്ചോളും. ഇപ്പോൾ പെട്ടെന്ന് ഊരി പോവില്ല. അതേപോലെ തന്നെ എത്ര നാൾ വേണേലും ഇങ്ങനെ കിടന്നോളും, ഈർക്കിലൊന്നും ഊരി പോവില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക, ചുറ്റുഭാഗം ഒഴിച്ചു കൊടുക്കണം. അതാണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല കണ്ടോ, നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണേലും ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചിലവർക്ക് അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഞാനതോടെ കാണിക്കാം. അപ്പം നല്ല രീതിയിൽ കണ്ടോ, ഒരുപാട് ചൂട് ഉള്ളത് കൊണ്ട് അതങ്ങ് നല്ല രീതിയിൽ കണ്ടോ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിലും കൂടെ കാണിച്ച് തരികയാണ്. അപ്പോൾ ഇതേപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ചിലവർക്ക് ഇതേപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഉരുകി അതങ്ങ് പൊട്ടിപ്പോവും പ്ലാസ്റ്റിക്. അതുകൊണ്ടാണ് ഞാൻ ചൂട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചത്. അപ്പോൾ കണ്ടോ, ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.